വീഡിയോയിൽ നമ്മൾ മോർഫോളജി ഡിസ്കസ് ചെയ്തു, പാത്തോജെനിസിസ് ഡിസ്കസ് ചെയ്തു, പിന്നെന്താണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് പോർഷൻ ലാബ് ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും. അപ്പം ഹെർപ്പസ് വൈറസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഹെഡിങ്സ്. ഹെർപ്പസ് വൈറസിൻ്റെ ലാബ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യം അതിനെ സ്റ്റെയിൻ ചെയ്യുമ്പം സൈറ്റോപെത്തോളജി, അതായത് സ്റ്റെയിൻ ചെയ്യുമ്പം നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പം എന്ത് കാണുന്നു എന്നാണ് ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വൈറസിനെ എങ്ങനെ കൾച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ വൈറസിനെ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നു അത് പഠിക്കും. പിന്നെ വൈറസ് ആൻറ്റിജൻ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും, പിന്നെ വൈറസ് DNA ജീൻ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും, പിന്നെ ആൻറ്റിബോഡി. ഈ 5 കാര്യമാണ് മെയിനായിട്ട് ഒരു വൈറസിൻ്റെ ലാബ് ഡയഗ്നോസിസിൽ പഠിക്കുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ എങ്ങനെ സ്റ്റെയിനിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഇൻക്ലൂഷൻ ബോഡീസ് കാണുന്നുണ്ടോ അതിനെക്കുറിച്ച് പറയുന്നു. 2 വൈറസിനെ നമ്മൾ എങ്ങനെ കൾച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ച് പറയുന്നു. 3 അതിൻ്റെ ആൻറ്റിജൻ, 4 ആൻറ്റിബോഡി, പിന്നെ അതിൻ്റെ ജീൻ. ഈ 5 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? സൈറ്റോപാത്തോളജി, അതായത് സ്റ്റെയിനിങ്ങിനെ കുറിച്ചാണ്. ഹെർപ്പസിൻ്റെ സ്റ്റെയിനിങ്ങിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടിസാങ് പ്രിപ്പറേഷനാണ്. ടിസാങ് പ്രിപ്പറേഷൻ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടിസാങ് പ്രിപ്പറേഷന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനാണ് റൈറ്റ്സ് അല്ലെങ്കിൽ ജെംസ സ്റ്റെയിനാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്സ് അല്ലെങ്കിൽ ജെംസ സ്റ്റെയിൻ. അപ്പം സ്റ്റെയിൻ യൂസ് ചെയ്തു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ടിസാങ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടി, നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നു. ഡിറ്റക്റ്റ് ചെയ്യുമ്പം 2 കാര്യങ്ങളാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്: ഇൻക്ലൂഷൻ ബോഡീസും മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ജയൻറ്റ് സെൽസ്. അപ്പം ഇൻക്ലൂഷൻ ബോഡീസ് എന്താണ് എന്ന് ജനറൽ വൈറോളജിയിൽ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പം ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുമ്പം ഒരു വൈറൽ അല്ലെങ്കിൽ പ്രോട്ടീൻസോ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ കഴിഞ്ഞ ശേഷമുള്ള കുറച്ച് സബ്സ്റ്റൻസൊക്കെ ചേർന്നൊരു അഗ്രിഗേറ്റഡ് ആവുന്ന സംഭവമാണ് ഇൻക്ലൂഷൻ ബോഡീസ്. ആൻഡ് ഓരോ വൈറസിനും സ്പെസിഫിക് ഇൻക്ലൂഷൻ ബോഡീസ് ആയിരിക്കും. ഇയാൾക്കുള്ള, അതായത് ഹെർപ്പസിനുള്ള ഇൻക്ലൂഷൻ ബോഡീസ് ആയിരിക്കത്തില്ല. ഇപ്പം റേബസ് വൈറസിന് അവിടെയാണെങ്കിൽ നെഗ്രി ബോഡീസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ലിപ്സ്യൂൾസ് ബോഡി എന്ന് പറഞ്ഞ് ആണ് നമ്മുടെ ഇവിടെ. അപ്പം ഇപ്പം ലിപ്സ്യൂൾസ് ബോഡി ഒരു വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല് നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ കാണുന്നെങ്കിൽ അത് ഹെർപ്പസ് വൈറസ് ആണ്. അതാണ് ഇൻക്ലൂഷൻ ബോഡി സ്പെസിഫിക് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ലാബ് ഡയഗ്നോസിസ്, അതിൽ ടിസാങ് പ്രിപ്പറേഷൻ ബൈ റൈറ്റ്സ് അല്ലെങ്കിൽ ജെംസ സ്റ്റെയിൻ. അപ്പോൾ എന്ത് ഡിറ്റക്റ്റ് ചെയ്തു എന്നുള്ളത് ആണ് 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻക്ലൂഷൻ ബോഡീസ് സ്പെസിഫിക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ ഇൻക്ലൂഷൻ ബോഡീനെ നമ്മൾ എന്ത് പറയും? ലിപ്സ്യൂൾസ് ബോഡി എന്ന് പറയും. അപ്പം ഇത് വന്നിട്ട് ഇനി അടുത്ത് ലിപ്സ്യൂൾസ് ബോഡീനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഇൻട്രാ ന്യൂക്ലിയർ ആണ്. കൗഡ്രൈ ടൈപ്പ് എയിൽ വരുന്ന ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡിയാണ്. അപ്പം ഈ കൗഡ്രൈ ടൈപ്പ് എന്താണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇൻക്ലൂഷൻ ബോഡീസ് തന്നെ ഈ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് കൊണ്ട് ന്യൂക്ലിയർ ഉണ്ട്, പിന്നെ സൈറ്റോപ്ലാസ്മിക് ആൻഡ് ന്യൂക്ലിയർ ഉണ്ട്. അപ്പം അതിൽ ഇൻട്രാ ന്യൂക്ലിയറിൽ കൗഡ്രൈ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൗഡ്രൈ ടൈപ്പ് എയും ടൈപ്പ് ബിയും. അതിൽ ടൈപ്പ് എയിൽ ഒരു ഇൻട്രാ ന്യൂക്ലിയർ കൗഡ്രൈ ടൈപ്പ് എയിൽ വരുന്ന ആളാണ് ഈ ലിപ്സ്യൂൾസ് ബോഡി. ഓക്കെ, പിന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജയൻറ്റ് സെൽസ്. ഇതാണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജയൻറ്റ് സെൽസ് ആൻഡ് നമ്മുടെ ലിപ്സ്യൂൾസ് ബോഡി. അപ്പം സൈറ്റോപെത്തോളജി കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു 5 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 1 അതിൻ്റെ സൈറ്റോപെത്തോളജി സ്റ്റെയിനിങ്, 2 വൈറസ് എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നു, 3 ആൻറ്റിജൻ ഡിറ്റക്ഷൻ, ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ആൻഡ് ജീൻ ഡിറ്റക്ഷൻ. അടുത്ത് വൈറസ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ സെൽ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ്. സെൽ ലൈൻസൊക്കെ ജനറൽ വൈറോളജിയിൽ എന്താണ്, അതിൽ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ സെൽ ലൈൻസ് എന്താണ് എന്നുള്ളതൊക്കെ. അത് ടിഷ്യൂ കൾച്ചറിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെക്കോയി സെൽ ലൈൻസ് ആണ്. മെക്കോയി സെൽ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ സൈനോവിയൽ സെൽ ലൈൻസ് ആണ്. കണ്ടിന്യൂവസ് സെൽ ലൈൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. സൈനോവിയൽ കാർസിനോമ സെൽ ലൈൻസ് ആണ് ഈ മെക്കോയി സെൽ ലൈൻസ് വരുന്നത്. ഓക്കെ,
അപ്പം ഈ സെൽ ലൈൻസിൽ നമ്മൾ ഇങ്ങനെ ടിഷ്യൂസിനെ എടുക്കുന്നു, നമ്മൾ വൈറൽ ഗ്രോത്ത് മീഡിയയിൽ സസ്പെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്ന സെൽസ് വന്നിട്ട് മെക്കോയ് സെൽ, അതായത് ഹ്യൂമൻ സൈനോവിയൽ സെൽസാണ്, കാർസിനോമ സൈനോവിയൽ സെൽസ്. ഇതൊക്കെ ജനറൽ വൈറോളജിയിൽ അപൂർവയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. അപ്പം എനിവേ നമ്മൾ വൈറസ് നമ്മൾ ആ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കിൽ നമ്മളിതിനെ കൾച്ചർ ചെയ്തിട്ട് നമ്മളെന്താണ് ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ സ്റ്റെയിൻ ചെയ്തിട്ട് നോക്കുന്നത്. അപ്പം നമുക്ക് സൈറ്റോപത്തിക് എഫക്ട്സ് കാണാം. അതായത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, മെക്കോയ് സെൽ ലൈൻസിൽ നമ്മൾ നോക്കുമ്പം നമുക്കൊരു സൈറ്റോപത്തിക് ആയിട്ടുള്ള ചേഞ്ചസ് വരും, കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് കാണുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡിഫ്യൂസ് റൗണ്ടനിങ് ആൻഡ് ബലൂണിങ് ഓഫ് ഇൻഫെക്റ്റഡ് സെൽസ് ആണ്. അതായത് നമ്മൾ ഇപ്പം വൈറസ് കൾച്ചർ ചെയ്ത് വൈറസിനെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വഴി നോക്കുമ്പം നമുക്ക് ഡിഫ്യൂസ് റൗണ്ടനിങ് ആൻഡ് ബലൂണിങ് ഓഫ് ഇൻഫെക്റ്റഡ് സെൽസ് ആണ് കാണുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹെർപ്പസ് സിംപ്ലെക്സ് HSV ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ആയിരിക്കും, അതിൻ്റെ ഫീച്ചറാണിത്. അപ്പം ഫസ്റ്റ് സൈറ്റോപത്തോളജി സ്റ്റെയിനിങ് പറഞ്ഞു, 2 വൈറസ് ഐസൊലേഷനെ കുറിച്ച് പറഞ്ഞു, 3 വൈറൽ ആൻറ്റിജനാണ്. വൈറൽ ആൻറ്റിജൻ ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ആൻറ്റിജൻസിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് വെച്ചിട്ട് ആയിരിക്കും. അതായത് ആൻറ്റിജൻ നമ്മൾ ടാഗ്ഡ് ആൻറ്റിബോഡി വച്ചിട്ട് ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് അസേയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം വൈറൽ ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യാം. അടുത്ത് ആൻറ്റിബോഡി ഡിറ്റക്ഷനാണ്. ആൻറ്റിബോഡി ഡിറ്റക്ഷൻ കുറിച്ച് പറയുമ്പം നമുക്കിപ്പം ഇൻഫെക്റ്റഡ് ആവുമ്പം നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പം IgM ആണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം IgM ആയിരിക്കും ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, IgG റീപ്ലേസ് ചെയ്യും. അപ്പം ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു 4 to 7 days ആകുമ്പോഴായിരിക്കും ആൻറ്റിബോഡി അപ്പിയർ ചെയ്യുന്നത്. ഒരു 2 to 4 വീക്സിലാണ് പീക്ക് ആവുന്നത്. അപ്പം ആദ്യം വരുന്നത് IgM ആണ്, അതിന് പിന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് IgG വരും. അപ്പം ടെസ്റ്റ് യൂഷ്വലി ഡിറ്റക്ട്സ് IgG ആണ്. ആൻഡ് നമ്മൾ ആൻറ്റിബോഡി എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്ന, എലീസ വച്ചിട്ട് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ അസേ അല്ലേ. അപ്പം ഗ്ലൈക്കോപ്രോട്ടീൻ നമ്മുടെ മോർഫോളജിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലിപ്പിഡ് എൻവലപ്പിൽ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് ഉണ്ടെന്ന്. അപ്പം അതാണ് ആൻറ്റിജൻ. അപ്പോൾ ഗ്ലൈക്കോപ്രോട്ടീൻസ് അല്ലെങ്കിൽ G ആൻറ്റിജൻസ്. പിന്നെ അല്ലെങ്കിൽ വെസ്റ്റേൺ ബ്ലോട്ട്, ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ്, ഇതൊക്കെയാണ് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ. പിന്നെന്ന് പറയുമ്പം അടുത്ത് DNA ഡിറ്റക്ഷൻ. DNA ഡിറ്റക്ഷൻ ആകുമ്പം എന്തായിരിക്കും, പോളിമറേസ് PCR അല്ലെങ്കിൽ റിയൽ ടൈം PCR പോളിമറേസ് ചെയിൻ റിയാക്ഷൻ റിയൽ ടൈം PCR വെച്ചിട്ടായിരിക്കും നമ്മൾ ജീൻസിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഡിറ്റക്ട് ചെയ്ത പിന്നെ ജീൻസ് ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ അതാണ് ജീൻ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ HSV DNA ഡിറ്റക്ഷൻ. അടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് അസൈക്ലോവറാണ്. പിന്നെ ഫാംസി ക്ലോവർ, വാൽസി ക്ലോവറൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം കൂടുതലും മ്യൂക്കോക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻ ആണെങ്കിലും പിന്നെന്താണ് എൻസെഫലൈറ്റിസിന് ഇതിനൊക്കെ നിയോനേറ്റൽ ഹെർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അസിക്ലോവറാണ്. സപ്പോസ് അസിക്ലോവർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ ഫോസ്കാർനെറ്റ് എന്ന് പറഞ്ഞൊരു ഡ്രഗ് യൂസ് ചെയ്യും. ഇത്രയാണ് ട്രീറ്റ്മെൻറ്റിൽ ഈ പേര് ഓർത്തിരിക്കും. ഓക്കെ. പിന്നെ പ്രിവെൻഷൻ എന്ന് പറയുമ്പം ഇപ്പം ജെനിറ്റൽ വഴി സ്പ്രെഡ് ആകുമ്പം ഇപ്പം കോണ്ടം പോലത്തെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ജെനിറ്റൽ ഹെർബ്സൊക്കെ തടയാൻ പറ്റും. പിന്നെ നിയോനേറ്റൽ ഹെർബ്സ് ആണെങ്കിൽ മദേഴ്സിൻ്റെ നമ്മൾ ഇപ്പം അമ്മയ്ക്ക് ഹെർപ്പസ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മദറിന് 3rd ട്രൈമസ്റ്ററിലെ അസിക്ലോവർ കൊടുക്കാം. അങ്ങനെ വാക്സിൻസ് ഒന്നും നമുക്കിതിൽ ഇപ്പോൾ പഠിക്കാനില്ല. ദെൻ എന്താണോ പിന്നെ സാധാ ഹൈജീനും കാര്യങ്ങളും ഇത്രയാകുമ്പോഴേക്കും പ്രിവെൻഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാബ് ഡയഗ്നോസിസ് ഞാൻ പറഞ്ഞതിൽ ഓർക്കേണ്ടത് ടിസാങ് പ്രിപ്പറേഷൻ ഓർക്കണം.
റൈറ്റ്സ് ഓർ ജെംസ് ആർ സ്റ്റെയിനിങ്, ലിപ്ഷ്യൂൾസ് ബോഡി ഇൻക്ലൂഷൻ ബോഡി ആലോചിക്കണം. പിന്നെ നമ്മൾ അത് വൈറസ് ഐസൊലേഷൻ ചെയ്യുമ്പോൾ മെക്കോയ് സെൽ ലൈനാണ് യൂസ് ചെയ്തതെന്ന് ഓർക്കണം. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, എങ്ങനത്തെ സൈറ്റോപാത്തിക് ചേഞ്ചാണ് കാണാൻ പറ്റുന്നത്, ഡിഫ്യൂസ് റൗണ്ടനിങ് ആൻഡ് ബലൂണിങ് ഓഫ് ഇൻഫെക്റ്റഡ് സെൽസ്. ഇതോടാകുമ്പം ലാബ് ഡയഗ്നോസിസ് ഓഫ് ഹെർപ്പസ് കഴിഞ്ഞു.